ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വരക്കാൻ ഒട്ടും അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ വരച്ച് പഠിക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കർവ് വരുന്ന രീതിയിൽ ഒരു ലൈനൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് സ്റ്റെം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ലൈൻസ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വരച്ചെടുത്ത ലൈനിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ലൈൻസിൻ്റെ മുകളിലും ഓരോ സ്പൈറൽസ് വീതം വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ സ്പൈറലിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം മാത്രം ഒന്ന് കട്ടി കൂട്ടി ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ സ്പൈറലിൻ്റെ എൻഡ് ഭാഗം ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം ആദ്യം വരച്ച കർവ് വരുന്ന ലൈനിൽ ഇതുപോലെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഓരോ സ്റ്റെമ്മിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ലീവ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു കുഞ്ഞ് സർക്കിൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ സർക്കിളിന് മുകളിലായിട്ട് 5-6 ഡോട്ട്സ് ഇട്ടിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ആക്കി എടുക്കുക. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് തുടങ്ങി അടുത്ത ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഒരു കർവ് വരുന്ന ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ കുഞ്ഞ് സർക്കിൾ വരച്ച ശേഷം ഡോട്ട്സ് ഇട്ട് ഫ്ലവർ ആക്കി എടുക്കുക. എന്നിട്ട് ഈ രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ്റായി വരുന്ന ഭാഗത്ത് മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു കുഞ്ഞ് ലൈൻ കൂടെ വരച്ചു കൊടുക്കുക. അതിലും നേരത്തെ വരച്ചെടുത്ത പോലെ തന്നെ കുഞ്ഞ് ഫ്ലവർ വരച്ചു കൊടുക്കുക. ഇനി ഓരോ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ഓരോ ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ലീവ്സിന് മുകളിലായിട്ട് ഇതുപോലൊരു കുഞ്ഞ് ലൈന് വരച്ചു കൊടുത്ത ശേഷം എൻഡിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ബാക്കി വരുന്ന എല്ലാ സ്പേസിലും ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ലീവ്സും ഇതുപോലെ തന്നെ ലൈൻസും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ കർവ് വരുന്നൊരു ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ലീഫ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലീഫിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ലൈൻ വരച്ചു കൊടുത്ത് എൻഡിലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് അടുത്തൊരു ലീഫ് വരച്ചു കൊടുക്കുക. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈൻ ഇട്ട് കൊടുത്ത ശേഷം എൻഡിലായിട്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ കർവ് വരുന്ന ലൈനിന് മുകളിലായിട്ട് രണ്ട് സൈഡിലോട്ടും വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലീവ്സും അതുപോലെ തന്നെ ലൈൻസും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. അതിനുശേഷം ഈ സ്പൈറലിന് മുകളിലായിട്ട് ഇതുപോലെ വരുന്നൊരു പെറ്റൽ വരച്ചു കൊടുക്കുക. ഇങ്ങനെ 4 പെറ്റൽസ് വരച്ച് ഒരു ഫ്ലവറാക്കി വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ താഴോട്ട് ഇതുപോലെ തന്നെ കർവ് വരുന്നൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഈ ലൈനിൻ്റെ സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഒരു കുഞ്ഞു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ എൻഡിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്ത് ഫ്ലവർ വരച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും കർവ് വരുന്ന ഒരു ലൈൻ വരച്ച് ഫ്ലവർ വരച്ചെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ലൈനിന് മുകളിലായിട്ട് ലീഫ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും അതുപോലെ തന്നെ ലൈൻസിലും ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ഓരോ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ലീവ്സ് വരച്ചെടുത്ത ശേഷം ആദ്യം വരച്ചെടുത്ത കർവ് വരുന്ന ലൈൻസിലും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലോട്ടായിട്ട് കൊടുത്ത ലൈൻസും ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക.
ഇങ്ങനെ ലൈൻസൊക്കെ കട്ടി കൂട്ടി വരച്ച ശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന 2 ഫ്ലവേഴ്സിനുള്ളിലും ഇതുപോലെ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം വരച്ചെടുത്ത ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന 2 ഫ്ലവേഴ്സിൻ്റെ ഔട്ട്ലൈനും ഒന്ന് കട്ടികൂട്ടി കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ലീവ്സ് കൂടെ കട്ടികൂട്ടി വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻസിൽ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.